കരിവള്ളൂർ സമരത്തിന്റെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുകയാണ്. തത്സമയം കർഷകർക്കും ബാക്കി ഗവൺമെന്റും ജന്മിമാരും തുല്യമായി വീതിച്ചെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അത് നിലനിന്നിരുന്നത്. ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ച നികുതി കർഷകരുടെ തലയിൽ കെട്ടിവെച്ച് അക്രമപ്പിരിവ് നടത്തുകയും കുടിയാന്മാരെ തന്നിഷ്ടം പോലെ കുടിയൊഴിപ്പിച്ചും പീഡിപ്പിച്ചും ജനജീവിതം നരകതുല്യമാക്കുകയും ചെയ്യുകയാണ് ജന്മി വർഗം അത് ചെയ്തത്. ജന്മിമാർ, കാണക്കാർ, വെറും പാട്ടക്കാർ, കുടിയാൻ, അടിയാൻ എന്നിങ്ങനെയായിരുന്നു ജന്മിത്ത ശ്രേണി അന്നുണ്ടായിരുന്നത്. ജാതി അടിസ്ഥാനമാക്കി സാമൂഹ്യ നിയന്ത്രണവും കോളനി ഭരണത്തിൻ്റെ ഇടനിലക്കാർ എന്ന നിലയിൽ ഭരണപരമായ അധികാരം ഉപയോഗിച്ചുള്ള നിയന്ത്രണവും ജന്മിമാർ കർഷകരുടെ മേലിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഇതോടൊപ്പം ഭൂമിയുടെ മേലുള്ള ഉടമസ്ഥതയും ലഭിച്ചതോടെ ജന്മിമാർക്ക് കർഷകരുടെ മേൽ സമ്പൂർണ്ണ നിയന്ത്രണമാണ് അതുണ്ടായിരുന്നത്. യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത അമിതാധികാര പ്രയോഗത്തിന് ഇത് കളമൊരുക്കുകയാണ് ഉണ്ടായത്. ഭൂമിയിൽ അധ്വാനിക്കുന്നവരായ ജനസംഖ്യയിൽ ഭൂരിഭാഗത്തെ ഈശ്വരഭക്തിയുടെ പേരിലും താഴ്ന്ന ജാതിക്കാരെന്ന പേരിൽ അവർക്ക് സമുദായത്തിലുള്ള അവശതകളും ചൂഷണം ചെയ്തു ഗ്രാമഭരണാധികാരികൾ എന്ന നിലയിൽ തങ്ങൾക്ക് ഭരണകൂടത്തിലുണ്ടായിരുന്ന സ്ഥാനം ഉപയോഗിച്ച് ജന്മിമാർ എല്ലാവിധത്തിലും അടിച്ചമർത്തുകയും കൊള്ളയടിക്കുകയും ചെയ്തു എന്നതാണ് ഈ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് സി ഉണ്ണിരാജ കേരള ചരിത്രം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് വിശദീകരിച്ചിട്ടുള്ളത്. EMSഉം ഇത് സംബന്ധിച്ച് വിലയിരുത്തിയിട്ടുണ്ട്. EMS ഈ സ്ഥിതിവിശേഷത്തെ വിലയിരുത്തിയത് ജാതി ജന്മി നാടുവാഴിത്ത വ്യവസ്ഥ അത്യന്തം ചൂഷണാത്മകമായിരുന്നു എന്നാണ്. ജന്മിത്വവും ജാതി വ്യവസ്ഥയും തമ്മിലുള്ള വേർതിരിക്കാനാവാത്ത ബന്ധമാണ് യൂറോപ്യൻ ഫ്യൂഡലിസത്തിൽ നിന്ന് കേരള ഫ്യൂഡലിസത്തെ വ്യതിരക്തമാക്കുന്നതെന്ന് EMS വ്യക്തമാക്കിയുണ്ടായി. കുട്ടിക്കൃഷ്ണമേനോൻ അധ്യക്ഷനായ കുടിയാന്മ അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ EMS എഴുതിയ ഭിന്നാഭിപ്രായക്കുറിപ്പ് ഏറെ പ്രശസ്തമാണ്. ജാതി വ്യവസ്ഥയും ജന്മി സമ്പ്രദായവും അവസാനിപ്പിച്ചാൽ മാത്രമേ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയൂവെന്നാണ് EMS അന്ന് സമർത്ഥിച്ചത്. ജാതി വ്യവസ്ഥക്കെതിരായ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയായി ജന്മിത്വ വിരുദ്ധ സമരങ്ങൾ വിജയകരമായി സംഘടിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിഞ്ഞുവെന്നതാണ് കേരളത്തെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന വസ്തുത ഈ സന്ദർഭത്തിൽ നാം ഓർക്കണം. നിലവിലുള്ള സമൂഹത്തെ ശാസ്ത്രീയമായി വിശകലനം ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് നവോത്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അവസ്ഥാവിശേഷം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇത്തരമൊരു ഇടപെടൽ ആ കാലഘട്ടത്തിൽ നടത്താൻ കഴിഞ്ഞതുകൊണ്ട്. ബ്രിട്ടീഷ് മലബാറിൽ 2000-ൽ പരം ദേശവാസികൾ, ദേശവാഴികൾ അന്നുണ്ടായിരുന്നു. ഇവരുടെ അധികാര മേഖലകളെ 1822-23 സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന HG ഗ്രേ 429 അംശങ്ങളായി എന്ന് പറഞ്ഞാൽ റവന്യൂ വില്ലേജുകളായി പുനർവിഭജിക്കുകയുണ്ടായി. പ്രമുഖ ദേശവാഴികളെ അധികാരികളായി വില്ലേജ് മുൻസീഫ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ ഈ നിലയിലൊക്കെ നിയമിക്കുന്ന സ്ഥിതിയാണുണ്ടായിരുന്നത്. കരിവള്ളൂർ അംശത്തിൽ വങ്ങാട് ഉണിത്തിരിയും തൊട്ടടുത്ത പെരളം അംശത്തിൽ വടക്കേ മഠത്തിൽ നമ്പീശന്മാരുമായിരുന്നു അധികാരികളായി അത് നിയോഗിക്കപ്പെട്ടത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രമായിരുന്ന പയ്യന്നൂരിൽ നിന്നാണ് രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ ആശയങ്ങൾ കരിവള്ളൂരിലേക്ക് എത്തുന്നത്.
1920കളുടെ തുടക്കത്തിൽ ഖാദി പ്രസ്ഥാനവും ഐത്തോചാടനവുമെല്ലാം പയ്യന്നൂരിൽ സജീവമായിരുന്നു. 1925ലാണ് അഖില ഭാരത ചർക്കാ സംഘം നിലവിൽ വന്നതോടെ ചർക്കാ പ്രസ്ഥാനവും മലബാറിൽ ശക്തിപ്പെട്ടത്. പയ്യന്നൂരായിരുന്നു ചർക്കാ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രം. വിദ്വാൻ പി കേളുനായർ, AC കണ്ണൻ നായർ, KT കുഞ്ഞിരാമൻ നമ്പ്യാർ തുടങ്ങിയവർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സംഘാടകരായി. 1927 ഗാന്ധിജിയുടെ മലബാർ സന്ദർശനവും 1928 പയ്യന്നൂരിൽ ചേർന്ന കോൺഗ്രസിൻ്റെ 4ാം സംസ്ഥാന സമ്മേളനവും ഈ മേഖലയിൽ രാഷ്ട്രീയ പ്രവർത്തനം സജീവമാക്കിയ ഘടകമായിരുന്നു. കോൺഗ്രസിലെ ഇടത് വിഭാഗത്തിൻ്റെ നേതാവായി ഇതിനകം ശ്രദ്ധേയനായി മാറിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവായിരുന്നു പയ്യന്നൂർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്. വങ്ങാട്ട് ഉണ്ണമ്മൻ ഉണ്ണിത്തിരി, AV, VV കുഞ്ഞമ്പു, P കുഞ്ഞിരാമൻ, MA അപ്പു മാസ്റ്റർ തുടങ്ങിയവർ കരിവള്ളൂരിൽ നിന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ്. 1930 ഏപ്രിൽ 13 തിരഞ്ഞെടുക്കപ്പെട്ട 32 വളണ്ടിയർമാർ പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹത്തിനായി പുറപ്പെട്ടു. ജാഥ ലീഡർ K കേളപ്പനും ക്യാപ്റ്റൻ P കൃഷ്ണപിള്ളയുമായിരുന്നു. 1931 സഖാവ് AV പ്രസിഡന്റും MP അപ്പു മാസ്റ്റർ സെക്രട്ടറിയുമായി കരിവള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചത്. ഈ ചരിത്രമൊക്കെ നാം പഠിക്കേണ്ടതാണ്. 1931 K കേളപ്പൻ, AKG, P കൃഷ്ണപിള്ള എന്നിവർ നയിച്ച ഗുരുവായൂർ സത്യാഗ്രഹവും കണ്ടോത്ത് ക്ഷേത്രത്തിലേക്ക് AKGയും K കേരളീയനും നയിച്ച ഹരിജന ജാഥയും കരിവള്ളൂരിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങളായിരുന്നു. 1932 മെയ് മാസത്തിലാണ് സഖാവ് AVയുടെ നേതൃത്വത്തിൽ കാടകം വനനിയമ ലംഘന സമരം ആരംഭിച്ചത്. റിസർവ് വനങ്ങളിൽ നിന്നും വിറക്, മറ്റ് വനവിഭവങ്ങൾ ശേഖരിക്കുന്നത് നിരോധിച്ച സർക്കാർ നടപടിക്കെതിരായ നിയമലംഘന സമരം മാസങ്ങളോളം നീണ്ടുന്നൊരു പോരാട്ടമായിരുന്നു. ഗാന്ധിയൻ രീതിയോടുള്ള എതിർപ്പ് ആ ഘട്ടത്തിൽ യുവാക്കളിൽ വളർന്നു വന്നു. അതിൻ്റെ ഭാഗമാണ് ഭഗത് സിംഗിൻ്റെ നൗജവാൻ സഭയുടെ മാതൃകയിൽ ഒരു ഉശിരൻ യുവജന സംഘടന രൂപീകരിക്കുവാൻ സഖാവ് AVയും മറ്റ് സഹപ്രവർത്തകന്മാരെയും പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. 1934 ഏപ്രിൽ 13 തേത്രവൻ കൃഷ്ണൻ നായരുടെ അധ്യക്ഷതയിൽ വടക്കേ മണക്കാട് വണ്ണലക്കോട് വയലിൽ ചേർന്ന 32 യുവാക്കളുടെ സംഘമാണ് അഭിനവ ഭാരത് യുവക് സംഘം എന്ന സംഘടനയ്ക്ക് ജന്മം നൽകിയത്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത യുവജന പ്രസ്ഥാനമായിരുന്നു ഇത് എന്നത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇവരിൽ പ്രകടമായിരുന്നു. 1938 ജൂലൈ 29 പ്രസിദ്ധീകരിച്ച ലഘുപത്രിക ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ സംഘം പ്രസിദ്ധീകരിച്ചൊരു ലഘുപത്രികയാണ്. അതിലെന്ന് പറഞ്ഞത്, ബഹുജനങ്ങളുടെ അവശതകൾക്കെല്ലാം അറുതി ഉണ്ടാക്കുമാർ ഒരു സമ്പൂർണ്ണ സാമ്പത്തിക പ്രജാധിപത്യം ഈ രാജ്യത്ത് സ്ഥാപിച്ചു കാണാനാണ് സംഘം പരിശ്രമിക്കുന്നത് എന്നാണ് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. 1928 സോവിയറ്റുകളിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയുടെ ഫലമായി ഉണ്ടായ വൻ സാമ്പത്തിക വളർച്ചയും സമത്വവും യുവാക്കളിൽ ആവേശം വിതറിയ ഒരു കാലഘട്ടമായിരുന്നു. യുവക് സംഘത്തിൻ്റെ സമ്മേളനത്തിൽ ഇതിൻ്റെ ഭാഗമായി പിന്നീട് മഹിളാ സമ്മേളനങ്ങൾ, കർഷക സമ്മേളനങ്ങൾ എന്നിവ കരിവള്ളൂരിൽ രാഷ്ട്രീയ പ്രബുദ്ധതയും പുരോഗമന ആശയങ്ങളും കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. കോൺഗ്രസ് പാർട്ടി കർഷക സംഘടനകളൊന്നും ഉണ്ടാക്കാൻ ആ കാലത്ത് തയ്യാറായിരുന്നില്ല. കോൺഗ്രസ് നേതൃത്വം തന്നെ പറഞ്ഞത് പ്രത്യേക കർഷക സംഘടന വേണ്ട, കോൺഗ്രസ് തന്നെ ഒരു കർഷക സംഘടനയാണ് എന്ന് വാദിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ജനകീയ പ്രസ്ഥാനങ്ങളെല്ലാം നിഷേധിച്ച ഘട്ടത്തിലാണ് സഖാവ് AV കുഞ്ഞമ്പുവിൻ്റെയും മറ്റു നേതൃത്വത്തിൽ കരിവള്ളൂരിൽ ഈ പ്രവർത്തനം ആരംഭിച്ചത് എന്ന്
നാം ഈ സന്ദർഭത്തിൽ വിലയിരുത്തുമ്പോൾ AVയെ പോലുള്ള സഖാക്കൾ യുവപ്രവർത്തകന്മാരായിരുന്ന ആളുകൾ അന്ന് പ്രകടിപ്പിച്ച ബോധം എത്ര വലുതായിരുന്നു എന്ന് ഈ സന്ദർഭത്തിൽ നാം ഓർക്കണം. അതിനെ തുടർന്നാണ് 1935 ജൂലൈ 13 വിഷ്ണു ഭാരതീയൻ പ്രസിഡന്റും കേരളീയൻ സെക്രട്ടറിയുമായി കൊളച്ചേരി കർഷക സംഘം രൂപം കൊള്ളുന്നത്. ഇതേ വർഷം സെപ്റ്റംബറിൽ കരിവള്ളൂരിൽ കർഷക സംഘം രൂപീകരിക്കപ്പെട്ടു. AV കുഞ്ഞമ്പു അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. AV എഴുതിയത് 1935 സെപ്റ്റംബറിൽ AV പ്രസിഡന്റും MP അപ്പു സെക്രട്ടറിയുമായി കരിവള്ളൂർ, വെള്ളൂർ, പെരളം, കൊടക്കാട് എന്നീ വില്ലേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കരിവള്ളൂർ ഓണക്കുന്നിലെ പൈലിൻ ചുവട്ടിൽ വെച്ച് ഒരു സംയുക്ത കർഷക സംഘം സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചു എന്നാണ്. 1936 ഏപ്രിൽ 1 അഖിലേന്ത്യാ കിസാൻ സഭ രൂപം കൊള്ളുന്നത്. കിസാൻ സഭയുടെ രൂപീകരണവും 1936 ജൂലൈ മാസം 1 കണ്ണൂരിൽ നിന്ന് മദ്രാശിയിലേക്ക് പുറപ്പെട്ട AKGയുടെ പട്ടിണി ജാഥയും കർഷക പ്രസ്ഥാനത്തിന് ശക്തമായ വേരോട്ടമുണ്ടാക്കി. 1936 നവംബർ 1 പറശ്ശിനിക്കടവിൽ ചേർന്ന കർഷക സംഘത്തിൻ്റെ ചിറക്കൽ താലൂക്ക് സമ്മേളനം ജനങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ടാക്കി. ആയിരക്കണക്കിന് കൃഷിക്കാർ കർഷക സംഘങ്ങളെ അംഗങ്ങളായി ചേരാൻ തുടങ്ങിയത് ഇതിന് ശേഷമായിരുന്നു. 1928 പയ്യന്നൂർ സമ്മേളനത്തോടെ സ്റ്റേറ്റ് കോൺഗ്രസിൽ ഇടതുപക്ഷധാര ശക്തമായി. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തോടെ KPCC കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലായി. കേരളത്തിൽ 1931 കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ രൂപീകരണത്തോടെ ദേശീയ പ്രസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് ധാര ശക്തമാകുന്ന അവസ്ഥയുണ്ടായി. KPCC സോഷ്യലിസ്റ്റ് പക്ഷത്ത് ചേരാൻ കാരണമായത് ഈ പശ്ചാത്തലത്തായിരുന്നു. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് പ്രസിഡന്റും EMS ജനറൽ സെക്രട്ടറിയുമായ KPCC അഖിലേന്ത്യാ തലത്തിൽ രൂപീകരിക്കപ്പെട്ട ഇടതുപക്ഷ മുന്നേറ്റത്തിന്റെ ഭാഗമായിരുന്നു. കരിവള്ളൂർ സമരത്തിന്റെ 70-ാം വാർഷികത്തിന്റെ ഭാഗമായി കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്.